ഹലോ, ഐ ആം സീനുഷാൻ. വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള ഒരു നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. റഫ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്, ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടു. ഇനി നമുക്ക് കറക്റ്റ് അളവ് മേലെ ഒരു കട്ട് ചെയ്ത് പോകണം, കാരണം 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് തേരുവശായതുകൊണ്ട്. ഇനി താഴോട്ട് കറക്റ്റ് ലെങ്ത് ഒരു 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. നിങ്ങളെ കഴുത്തിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഇത് എനിക്ക് വേണ്ടത് 5 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയാണ് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി മടക്കിയിട്ടത് കൊണ്ട് ലെങ്ത് കറക്റ്റ് എടുക്കാം. നമുക്ക് വീതിയുടെ പകുതി എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. കറക്റ്റ് പകുതി എടുത്ത് അടയാളപ്പെടുത്താം കേട്ടോ. ഇത് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ വെക്കുന്ന ഒരു കഴുത്താണ്. ഇത് റഫ് തുണിയിൽ നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമുക്ക് വരച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ആയിട്ടാണ് വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് അടയാളപ്പെടുത്താം. അപ്പം 3 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. 4 ആണെങ്കിൽ 3.5 അങ്ങനെ എത്രയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അതിൻ്റെ 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇത് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഇഞ്ചിക്ക് ഒന്ന് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് എടുത്ത് വരച്ചിട്ട് നമുക്കൊന്ന് സ്ക്വയർ ഒന്ന് ചെരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വീതി കൂടി പോകും. താഴെ ഭാഗത്ത് വൈഡ് കൂടുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. വീതി കുറച്ച് മതിയെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ വരയിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. തെറ്റാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ക്വയർ നെക്കാണ്. റൗണ്ടിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി സ്ക്വയറിൽ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വീണ്ടും ഒരു 1.5 ഇഞ്ച് സീം എലവൻസ് ഇടാം കേട്ടോ. അതായത് തയ്യൽ തുമ്പ് നമുക്ക് ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് മടക്കി അടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെക്കമ്മ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലായിടത്തും 1.5 ഇഞ്ച് നമുക്ക് അധികം എടുത്ത് വരച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ 1.5 ഇഞ്ച് എടുത്ത് വരച്ചത്. ഇനി അതൊന്ന് ഇങ്ങനെ വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കത്രിക വേണം. നല്ല കത്രികയും നല്ല മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കട്ടിംഗ് ഒക്കെ തെറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ വാങ്ങാൻ നോക്കുക. പഴയ കത്രിക ആണെങ്കിൽ ഒന്ന് മൂർച്ചയൊക്കെ ആക്കി സെറ്റാക്കാൻ നോക്കുക എപ്പോഴും. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സ്ക്വയർ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റം ഒന്ന് 1/2 ഇഞ്ച് ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ക്ലോത്തുമ്മ വെക്കാനായിട്ട് മുന്നേ ഇട്ടിട്ടോ. ആദ്യം അതാണ് ചെയ്യുക. ഇനി നമുക്ക് നല്ല പീസ് എടുക്കാം. നല്ല പീസ് എന്ന് വെച്ചാൽ ഇപ്പം കാണിച്ചിരുന്ന റഫായിട്ടാണ്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പീസ് എന്ന് വിചാരിച്ച് നോക്കുക. ഈ പീസ് നമ്മൾ കളയരുത്. ഇത് കട്ട് ചെയ്തെടുത്ത പീസാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല പീസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം ആ വേസ്റ്റ് പീസ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തെടുത്ത വേസ്റ്റ് പീസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണ തുണിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ മേലെ ഭാഗം, അവിടെ താഴെ ഭാഗം, കഴുത്ത് അവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് വെച്ച് നമ്മൾ വരച്ചു, കറക്റ്റ് അളവിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ട് കുറയ്ക്കൊന്നും വേണ്ട. നമ്മളെല്ലാം ഇതിലുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. വീണ്ടും അടയാളപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെച്ച് കട്ട് ചെയ്താലും മതി കേട്ടോ. നമുക്ക് വേറെ തുണിയെടുത്ത് വരച്ചു 2 വട്ടം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ തീരും. ഇത് ചെസ്റ്റിൻ്റെ ഭാഗം, കൈക്കുഴി ഷേപ്പ് അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. ചുരിദാറിൻ്റെ ടോപ്പായാലും നൈറ്റി ആയാലും ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നമുക്ക് വ്യത്യാസം എന്താ വെച്ചാൽ സിബ് വെക്കണമെങ്കിൽ സിബ് വെക്കാം. അതിന് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ കഴുത്ത് തന്നെ മതിയായിരിക്കും. 1/2 ഇഞ്ച് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. സിബ് വെക്കുമ്പോൾ 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഒന്ന് കൂടുതൽ കൊടുക്കാം. അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നല്ല ഭാഗത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഭാഗത്ത് നല്ല ഭാഗം വെച്ച് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചിൽ ആദ്യം ഇവിടെ അടിച്ചിട്ടുണ്ടായിരിക്കും. മേലെ 1/2 ഇഞ്ച് അടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും.
ഇനി നമുക്ക് ഇതിലൂടെ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് മാർക്ക് കൊടുക്കുക. ഇവിടെ ഈ 2 സ്ഥലങ്ങളിലും അങ്ങനെ മടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എവിടെയാണോ മടക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം കൊടുത്താൽ മതി. ഫുള്ളായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് 1, 2, 3 ഭാഗത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് ഈ സ്റ്റിച്ചിന്മേ കൊള്ളാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്വയർ നെക്കാണ് ചെയ്തത്. ഓക്കെ.